തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരപുത്രനാണ് വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ്. അച്ഛനൊപ്പം കുട്ടിക്കാലത്ത് ചില സിനിമകളിൽ സഞ്ജയ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനുള്ളതുപോലെ തന്നെ ആരാധകൻ മകനുമുണ്ട്. ഭാര്യ സംഗീതയുമായി വേർപിരിയാനുള്ള തീരുമാനം വിജയ് എടുത്ത ശേഷം മക്കളായ സഞ്ജയും ദിവ്യയും നടനിൽ നിന്നും അകന്നുവെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ പിതാവ് എന്ന രീതിയിൽ വിജയ്ക്ക് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മക്കളുടെ മനസ്സിൽ സ്ഥാനമുണ്ട്. അത് വ്യക്തമാക്കുന്നതാണ് താരത്തിൻ്റെ മകനും പുതുമുഖ സംവിധായകനുമായ ജെയ്സൺ സഞ്ജയ് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖവും അതിൽ പറഞ്ഞ വാക്കുകളും. സിനിമാ രംഗത്തേക്ക് കടന്നുവരാൻ തീരുമാനിച്ചപ്പോൾ കുടുംബം നൽകിയ പിന്തുണയെക്കുറിച്ച് അഭിമുഖത്തിൽ സഞ്ജയ് സംസാരിച്ചു. സംവിധായകൻ എന്ന നിലയിൽ സഞ്ജയ് അരങ്ങേറ്റം കുറിക്കുന്ന സിഗ്മ സിനിമ റിലീസിനൊരുങ്ങുന്നതിനിടയിലാണ് ആനന്ദ വികടനിൽ താരപുത്രൻ തൻ്റെ സിനിമാ യാത്രയെക്കുറിച്ച് മനസ്സ് തുറന്നത്. സിനിമയെ കരിയറാക്കി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ആ കാര്യം ഏറ്റവും അടുത്തവരോടാണ് പങ്കുവച്ചതെന്നും ജെയ്സൺ പറഞ്ഞു. ഞാൻ മാതാപിതാക്കളോടും സഹോദരിയോടും സുഹൃത്തുക്കളോടും സംസാരിച്ചിരുന്നു. എല്ലാവരും വളരെ പോസിറ്റീവായിരുന്നു. അതാണ് എനിക്ക് വലിയ ആത്മവിശ്വാസവും ഊർജവും നൽകിയത്. അപ്പോഴാണ് അവർ എന്നിൽ എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സിഗ്മയുടെ ചിത്രീകരണം ആരംഭിച്ചപ്പോൾ വിജയ് സേതുപതി സാറും സൂരി സാറും ഉൾപ്പെടെ നിരവധി പേർ ആശംസകൾ അറിയിച്ചു. പലരുടെയും അനുഗ്രഹവും തനിക്ക് ലഭിച്ചുവെന്നും ജെയ്സൺ പറഞ്ഞു. സിഗ്മയ്ക്ക് ശേഷം ചെയ്യാനായി 2-3 കഥകൾ ഇതിനോടകം തന്നെ മനസ്സിലുണ്ടെന്നും ജെയ്സൺ വെളിപ്പെടുത്തി. എൻ്റെ മനസ്സിൽ 3ഓളം മികച്ച കഥകളുണ്ട്. സിഗ്മ റിലീസായതിനു ശേഷം അവ വികസിപ്പിക്കാൻ തുടങ്ങും. ചെറുപ്പം മുതലേ സിനിമയോടുള്ള ഇഷ്ടം വളർന്നതിൻ്റെ കാരണവും ജെയ്സൺ പങ്കുവച്ചു. ഞാൻ ഒരു സിനിമ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ പ്രായം മുതൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പോകാറുണ്ടായിരുന്നു. നിരവധി പ്രീമിയർ ഷോകളും കണ്ടിട്ടുണ്ട്. സിനിമ കാണുന്നത് എപ്പോഴും എൻ്റെ പ്രധാന വിനോദത്തിലൊന്നായിരുന്നു. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള വിവിധ ഭാഷകളിലെയും വ്യത്യസ്ത വിഭാഗങ്ങളിലെയും സിനിമകൾ കാണാനുള്ള അവസരങ്ങളുണ്ട്. സിനിമ കാണുമ്പോൾ കഥ പറയുന്ന രീതിയാണ് ഞാൻ ഏറ്റവും ശ്രദ്ധിക്കുന്നതെന്നും ജെയ്സൺ പറഞ്ഞു. സിനിമ കാണാത്ത സുഹൃത്തുക്കളോട് അതിൻ്റെ കഥ വലിയ ആവേശത്തോടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. കഥ പറയാനുള്ള ആ ശീലമായിരിക്കാം എന്നെ സിനിമയിലേക്ക് നയിച്ചതിൻ്റെ തുടക്കം, ജെയ്സൺ പറയുന്നു. കാനഡയിൽ പഠിക്കുമ്പോൾ ഞാൻ 120 പേജുള്ള ഒരു തിരക്കഥ എഴുതിയിരുന്നു. എന്നാൽ അന്ന് അത് ഫീച്ചർ ഫിലിമാക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നില്ല. അതിൽ നിന്നൊരു രംഗം മാത്രം ചിത്രീകരിക്കണോ അല്ലെങ്കിൽ മുഴുവൻ കഥയും ചുരുക്കിയൊരു ഹ്രസ്വ ചിത്രമാക്കണോ എന്ന് ആലോചിച്ചു. ഒടുവിൽ അത് 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമാക്കി.